റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിക്കാം. 15 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ എവിടെയും ലഹരി കിട്ടുന്ന അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലഹരിയെ നേരിടാൻ കുറെ കൂടി ഗൌരവമായ പ്ലാൻ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കുട്ടികളിൽ അക്രമോത്സുകത വർദ്ധിക്കുകയാണെന്നും എങ്ങനെ നേരിടണമെന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുവാക്കളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള ലഹരിക്കെതിരെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ വാദം മുഖ്യമന്ത്രി തള്ളി. സിനിമയിലെ അക്രമവാസന പരിശോധിക്കണം, റാഗിംഗ് ക്യാമ്പസുകളിൽ തിരിച്ചുവരുന്നു, എങ്ങനെ നേരിടണമെന്നത് ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി. ലഹരിക്കെതിരെ ഒരുമയാണ് വേണ്ടതെന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനം കൂടുകയാണ്, വർദ്ധിക്കുകയാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റിനകം കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞത് കഞ്ചാവിൻ്റെ ഉപയോഗം കുറഞ്ഞു എന്നാണ്. ശരിയായിരിക്കാം. പക്ഷെ കഞ്ചാവിൻ്റെ ഉപയോഗം കുറയുമ്പോൾ MDMA-യുടെയും കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെയും സിന്തറ്റിക് ഇതിൻ്റെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായി. എവിടെ വേണമെങ്കിലും കിട്ടും. വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരികയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. നമ്മുടെ കുട്ടികളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ സാധനമൊക്കെ കഴിച്ചാൽ മരണത്തിലേക്കുള്ള യാത്രയാണ്, തിരിച്ചു വരില്ല. ഏത് വീട്ടിലെ കുഞ്ഞായാലും എന്താ, നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ. ഇതിൽ പ്രതിയായ കുഞ്ഞും ആക്രമണത്തിന് ഇരയായ കുഞ്ഞും എല്ലാം ഒരുപോലെയല്ലേ, എല്ലാവരും പോവല്ലേ. ഒരുത്തനെ കൊന്നാലും കൊല്ലാൻ നിന്നവനും ഒക്കെ ജീവിതം നശിപ്പിക്കുകയല്ലേ. കുറേ കൂടി സീരിയസ് ആയിട്ടുള്ളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ നമുക്കുണ്ടാകണം. അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കോൺട്ര ചെയ്യും. മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആൾ, പ്ലാൻ തയ്യാറാക്കേണ്ട ആൾ. പോലീസിനെയും എക്സൈസിനെയും സംസ്ഥാനത്തെ വോളണ്ടിയർ ഏജൻസികളെയും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെയും പ്രതിപക്ഷത്തെയും പൊളിറ്റിക്കൽ പാർട്ടികളെയും വോളണ്ടിയർ സംഘടനകളെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും സെലിബ്രിറ്റികളെയും എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ളൊരു വലിയ മൂവ്മെൻറ്റ് ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് വിട്ടുവീഴ്ചയില്ലാത്ത, ഞാൻ ഒരു വാക്കുകൂടി ചേർക്കുന്നു, പൊളിറ്റിക്കൽ പേട്രണേജ് ദയവ് ചെയ്ത് കൊടുക്കരുത്. റാഗിങ് ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവായിപ്പോയി എന്ന് നമ്മളെല്ലാവരും ആശ്വസിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ അത് വീണ്ടും തിരിച്ചു വരികയാണ്. സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം, അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില, ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം. പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും നമ്മൾ ആ കാര്യം ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത്. കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം, കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം, ആ ഘട്ടത്തിലൊന്നും കുട്ടിക്കതിന് കഴിയുന്നില്ല. കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് എല്ലാവർക്കും, സമൂഹത്തിനാകെ. ഈ ഒരു ചിന്തയുടെ ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ഒരു തരം അടഞ്ഞ മനസ്സ്,